അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പദയേ നമഃ. സീതാസമേത ഹനുമൽ പൂജിത ശ്രീരാമചന്ദ്രായ പരബ്രഹ്മണേ നമഃ. പാർവത്യോവാച നമസ്തേസ്തു ദേവാ ജഗന്നിവാസ സർവാത്മദർത്തം പരമേശ്വരോസി. പൃച്ഛാമി തത്വം പുരുഷോത്തമസ്യ സനാതനം ത്വാം സനാതനോസി. ഗോപ്യം യദാത്യന്തമന്യന്തം അനന്യവാജ്യം വദന്തി ഭക്തേഷു മഹാനുഭാവാ. തദാപ്യഹോഹം തവ ദേവ ഭക്ത്യാ പ്രിയോസി മേ ത്വം വദയത്തു കൃഷ്ണം. ജ്ഞാനം സവിജ്ഞാനമദാനുഭക്ത്യാ വൈരാഗ്യയുക്തം ചമിദം വിഭാസാത്. ജനാനമയം യോഷിതമപി തത്പുസ്തം യഥാ തഥാ ബ്രൂഹി തരന്ദേന. പൃച്ഛാമി രാന്യച്ച പരം രഹസ്യം തദേവ ചാശ്രയവാ വാരിജാശാ. ശ്രീരാമചന്ദ്രാഖിലലോകസാരേ ഭക്തിർദൃഢാനോർദ്ധൻ ഭവതി പ്രസിദ്ധാ. ഭക്തിഃ പ്രസിദ്ധാ ഭവമോഷണായ നാന്യതാ സമാനസമസ്ഥിതി കിഞ്ചിത്. തഥാഭിഹിർ സംശയബന്ധനം മമ വിഭേദമഗസ്യം ആലോഭക്ത്യഭിസ്ഥിതം. വദന്തി രാമം പരമേകദാദ്യം നിരസ്തമായ ഗുണസംപ്രവാഹം. ഭജന്തി ജാഹർനിശമപ്രമക്താ പരം പദം യാന്തി തദൈവ സിദ്ധേ. വദതി കേചിദപി പരമോപി രാമ സ്വവിദ്യയാ സംവൃതമാത്മസജ്ഞയം. ജനാദിനാത്മാനസമദാപരാപരേണ സംബോധിതോ വേദപരമാത്മതത്വം. ശ്രീമഹാദേവവാചാം ധന്യാസി ഭക്താസി പരമാത്മനസ്തും യജ്ഞാതുമിച്ഛാമി തവ രാമതത്വം. പൂരന കേനോപി വിച്ഛേദിതോഹം വക്തും രഹസ്യം പരമം നിഗൂഢം. ത്വയാദ്യ ഭക്ത്യാ പരിണോപിതോഹം വക്ഷ്യേ നമസ്കൃത്യ രഘൂത്തമം തേ. രാമഃ പരമാത്മപ്രകൃത്യോരനാഭിയാനന്ദയേക പുരുഷോത്തമോ. സോമായയാ കൃഷ്ണമിദം ഹി സൃഷ്ടാ നഭോവദാന്തർബഹിരാസ്ഥിതോ യഃ സർവാന്തരാമസ്തോപി നിഗൂഢാത്മാ. സോമായയാ സൃഷ്ടമിദം വിജിഷ്ടേ. ജഗന്തി നിത്യം പരിതോ ഭ്രമന്തി യൽ സന്നിധൗ ജുംബകാലഹോ വദന്തി. ഏതന്ന ജാനന്തി മുടാചിത്തഃ സോ വിദ്യയാ സംവൃതാ മാനസായേ.
ശ്രീ പാർവതീദേവിയുടെ സംശയമാണ് സംസാരസാഗരത്തെ മാറ്റുവാനായി എന്താണ് മഹാദേവ അവിടെ നിന്ന് ഉപദേശിക്കുന്നത്. സംസാരസാഗരം കടക്കാനായിട്ട് തത്വം എന്നുള്ളത് രാമതത്വമാണ്, ശ്രീരാമതത്വമാണ്. അപ്പോൾ ശ്രീരാമതത്വം അറിയണമെങ്കിൽ സീതാതത്വം അറിയണം, സീതാതത്വം അറിയണമെങ്കിൽ ആഞ്ജനേയ തത്വം അറിയണം, ആഞ്ജനേയ തത്വം അറിയണമെങ്കിൽ രാമനാമ മഹത്വം അറിയണം. ഇതറിഞ്ഞാൽ രാമായണമായി. അപ്പോൾ അതാണ് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ. രാമൻ എന്ന് പറയുന്നത് വേദമാണ്. എല്ലാ ധർമ്മങ്ങളും ഒന്നിച്ച് ചേർന്ന് അവതരിച്ച രൂപമാണ് രാമൻ. രാമ ധർമ്മവിഗ്രഹ. അപ്പോൾ ധർമ്മത്തിനെ അറിയണമെങ്കിൽ ശ്രീരാമതത്വം അറിയണം. ശ്രീരാമതത്വം അറിയണമെങ്കിലോ ജഗദംബികാ തത്വം അറിയണം. ആരാണ്? സീതാദേവി. സീതാദേവിയുടെ മഹത്വം നമുക്ക് പറയാൻ സാധ്യമില്ല. കാരണം എന്താണ്? ജഗത്തിനെ മുഴുവൻ തൻ്റെ ശക്തിയാക്കി തീർത്ത ശക്തിസ്വരൂപിണിയാണ് സീതാദേവി. അത് നമുക്ക് എവിടെ മനസ്സിലാകുന്നു? തുളസീദാസനിലേക്ക് ചെന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തവണ അവർ പൂ വച്ച് പന്തുണ്ടാക്കി കളിക്കും. പിച്ചിപ്പൂ ഇങ്ങനെ പന്തുണ്ടാക്കി കളിച്ച നേരത്ത് പന്ത് ഉരുണ്ടുരുണ്ട് നേരെ ചെന്നത് ശൈവചാപത്തിൻ്റെ അടിയിലേക്കാണ്. പൂജയ്ക്ക് വച്ചിരിക്കുന്ന ശൈവചാപത്തിൻ്റെ അടിയിലേക്ക് പന്ത് ഉരുണ്ടുപോയി. ജഗത് മാതാവാണ്, ശക്തി സ്വരൂപിണിയാണ്. അപ്പോൾ ആ അമ്മ എന്ത് ചെയ്ത് പെട്ടെന്ന് ഓടിച്ചെന്ന് ആരും അങ്ങോട്ട് പോവില്ല. കാരണം 10,000 പേര് വന്ന് എത്രയോ ഹുങ്കാരത്തോടു കൂടിയാണ് ശൈവജാപം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്നത്. അത്ര ശക്തിയുള്ളതാണ് ശൈവജാപം. അമ്മ നേരെ പതുക്കെ ചെന്നിട്ട് ഒന്ന് തൊഴുന്ന കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഇടത്തേ കൈ കൊണ്ട് ആ വില്ലിനെ ഇങ്ങനെ പൊക്കിയിട്ട് പതുക്കെ കുനിഞ്ഞ് ആ പന്തിനെ അങ്ങ് എടുത്തതും ഇത് കണ്ടുകൊണ്ട് വരികയാണ് ജനക മഹാരാജാവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും ശക്തിമാനോ, ഇത്രയും പേര് പഠിച്ചാൽ അനങ്ങാത്ത വില്ലുതാ ഇടത്തേ കൈകൊണ്ട് അമ്മ എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇനി ആരാണ് വരനായിട്ട് വരേണ്ടത്? ഈ ഇതിനെ എടുത്ത് കുലയ്ക്കാനായിട്ട് ഞാണ് കെട്ടുന്ന ആളുമായിരിക്കണം എന്നൊരു പണം എന്നാണ് പറയുന്നത്. പന്തയത്തിന് അന്നൊക്കെ പണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പണം വയ്ക്കാനുള്ള കാരണം അമ്മയുടെ ഈ ശക്തിയാണ്. അപ്പോൾ ആ ശക്തിയുടെ കൂടെ യുക്തമായി ചേരേണ്ട രാമശക്തിയാണ്, ശ്രീരാമശക്തിയാണ്. അത് മനസ്സിലാക്കിയ ജനകനാണ് ഇങ്ങനെ സ്വയംവരത്തിന് ഈ ഒരു ശൈവശാപം വന്നത്. അപ്പോൾ ശൈവശാപത്തിൻ്റെ ശക്തി എടുക്കണമെങ്കിൽ അമ്മ ആരാണ്? ശിവശക്തി തന്നെയാണ്. ശിവശക്തി യുക്ത രൂപിണ്യേ നമ, സ്വരൂപിണ്യേ നമ നമ്മൾ പറയുന്നു. അപ്പോൾ ശിവൻ്റെ ശക്തി തന്നെയാണ് രാമൻ്റെ ശക്തിയായിട്ട് സീതാദേവിയായിട്ട് മിഥിലാപുരിയിൽ വന്നത്. അപ്പോൾ അമ്മയുടെ ആ ഒരു പ്രവൃത്തിയാണ് സ്വയംവരത്തിലേക്കുള്ള വഴികാട്ടിയായിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെയുള്ള അമ്മയുടെ ആ തൃപ്പാദങ്ങളെ ശരണമായി ചെല്ലുന്നതാണ് ജന്മസാഫല്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കർക്കിടക മാസം എന്നുള്ളത് ശരിക്കും രാമായണ മാസമാക്കി കൊണ്ടുവന്നത് ഇവിടെ കോടിയർച്ചന നടന്നുകൊണ്ടിരുന്ന സമയത്ത് ചിന്മയാനന്ദ സ്വാമികൾ വരികയുണ്ടായി. ഒരർച്ചനയിൽ ഇരുന്നിട്ട് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ജനങ്ങളെ വളരെയധികമായിട്ട് സ്വാധീനിക്കുന്നു, ജനങ്ങളുടെ കയ്യിലേക്ക് മന്ത്രങ്ങൾ എത്തിക്കുന്നതിൽ വളരെയധികം ഇത് പ്രയോജനപ്പെടുന്നു. അപ്പം നമുക്ക് ഇതുപോലെ രാമായണത്തിനെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഗുരുനാഥൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ചേങ്കോട്ടുകോണം സത്യാനന്ദ സരസ്വതി സ്വാമികളും ചിന്മയാനന്ദ സ്വാമികളുമാണ് കർക്കിടകത്തെ രാമായണ മാസമാക്കി പ്രകടമാക്കിയത്. അപ്പോൾ അതിലേക്കുള്ള ചവിട്ടുപടി എന്നുള്ളത് അഭേദാശ്രമത്തിൽ നടന്ന കോടിയർച്ചനയാണ്. അപ്പോൾ ഈ കോടിയർച്ചനയിൽ എല്ലാവരും വന്ന് പങ്കെടുക്കുക, ജന്മസാഫല്യം നേടുക.